ഇത് തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കോടെന്ന അതിമനോഹരമായ ഗ്രാമം. ഇവിടെയാണ് ടിപ്പു സുൽത്താനും ചന്ദ്രഗുപ്തനുമെന്ന 2 മഹാന്മാരുള്ളത്. അയ്യോ, തെറ്റിട്ടാ. മഹാന്മാരല്ല, മണ്ടന്മാർ. അവരുടെ കഥയാണിത്. കണ്ടാലോ? എന്നാ വാ. ഇതാണ് ഫസ്റ്റ് തൊണ്ടി ടിപ്പു. ചേട്ടാ, ഇത്തിരി പഞ്ചസാര തന്നെ. ഇത് 2ാമത്തെ തൊണ്ടി ഗുപ്തൻ. രാവിലെ മുതലുണ്ടൊരു പഞ്ചാര. എന്താടാ? അയ്യോ, നിന്നെ കൊല്ലൂടെ പന്നി. ദേ, ഇത് ഇന്നത്തെ കാര്യം. ഇന്നലെ വരെയുള്ളത് കാണണ്ടേ? തിന്നു മോനെ, ഈ നിറം നിനക്കൊരു ഭംഗിയേട്ടാ. നീ തിന്നു, നിന്റെ വയറ് നിറയട്ടെ. നിന്റെ വയറാ നിന്റെ ഭംഗി. അതെ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? പള്ളിയിൽ പോയല്ലോടാ. അയ്യേ,
നേരം കണ്ടാൽ അവളെന്റെ ഉള്ളിൽ വിരിയുന്ന പൂ പോലെയാ. കാണുന്ന നേരം നെഞ്ചിന്റെ ഉള്ളിൽ അലതല്ലും താളങ്ങളാ. പെണ്ണേ നീ എൻ കണ്ണായി, ഉള്ളിൽ പൂവിൻ തേനായി, ആരും അറിയാതെന്നിൽ നിറയും പൂവായോ. ഒരു നേരം കണ്ട അവളെന്റെ ഉള്ളിൽ വിരിയുന്ന പൂ പോലെയാ. കാണുന്ന നേരം നെഞ്ചിന്റെ ഉള്ളിൽ അലതല്ലും താളങ്ങളായി. ഏതാടാ ഈ മാക്രം തവള? അവളൊന്നും നോക്കണ കൂടിയില്ലല്ലോ അളിയാ. എന്റെ അമ്മേ, ഇത് നോക്കണ്. ബസ് വന്നോട്ടോ. അയ്യോടാ പോയല്ലോ. എന്റെ പൊന്നു മച്ചാനെ, ഈ പെമ്പിളേന്ന് പറഞ്ഞ ഒരു തോണി പോലെയാ. നല്ലോണം തുഴയറിയാമെങ്കിൽ നമുക്ക് അവളെയും കൊണ്ടിങ്ങ് പോരാം. അല്ലെങ്കിൽ വല്ല തുഴയക്കാരും വന്നാൽ കൊണ്ടുപോകും. ഏതായാലും ഗ്ലാമർ ഉള്ള കാരണം എനിക്കതിന് സെറ്റാവും. എന്റെ പൊന്നു ടിപ്പു, ആദ്യം നീ നിന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം എടുത്ത് പിടിക്ക്. അല്ലെങ്കിൽ ആൾക്കാരെ ഷർട്ട് ഊരിട്ടിട്ട് പോയെന്ന് വിചാരിക്കും. അളിയ കളറിലൊക്കെ എന്ത് കാര്യം? നീ ആദ്യം ആ കൊച്ചിനെ അങ്ങ് പറ്റികളാൻ നോക്ക്. ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്കാരെ അറിയാം എന്റെ കോസ്റ്റ് സെൻസ്. ഇന്നലത്തെ പോലെ ആകരുത് നാളത്തെ നമ്മുടെ പ്ലാനിങ്. എന്തായാലും നാളെ നമ്മളിൽ ഒരാൾ അവളെ ഇംപ്രസ് ചെയ്യിക്കണം. പിന്നെ ശരിയാണ്, ഇത്ര നാളത്തെ പോലെ ആവില്ല. ഈ പെൺകുട്ടികൾക്ക് കോമഡി ഒരു ഹരാണ്. നാളെ നമ്മളവളുടെ അടുത്ത് പോകുന്നു, കോമഡി അങ്ങോട്ട് സ്പ്രേ ചെയ്യുന്നു. പക്ഷെ ചതി പാടില്ല. നീയോ ഞാനോ ആർക്ക് വേണമെങ്കിലും അവളെ വളയ്ക്കാം. പക്ഷെ ചതി അത് നമ്മൾ തമ്മിൽ പാടില്ല. ഞാൻ നാളെ ടിൻറ്റുമോൻ്റെ കോമഡി അങ്ങോട്ട് അടിക്കും. അവൾ പൊട്ടിച്ചിരിക്കും. ഒരിക്കൽ ഞാൻ വായിച്ചിട്ട് ചിരിച്ച് 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 ഒറ്റ കപ്പാ മണ്ണ്. അതെന്തായാലും അവൾ വായിച്ചിട്ടുണ്ടാവില്ലേ? ഡാ പൊട്ടാ, അവളതെങ്ങനെ വായിക്കാനാ? ആ പുസ്തകം എൻ്റെ അടുത്തിരിക്കുകയല്ലേ. ആ ശരിയാണല്ലോ, ഞാൻ അത്ര അങ്ങോട്ട് ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ നാളെ അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ആന ഉറുമ്പും കൂടി ക്ഷേത്രത്തിൽ പോയിട്ട് ചെരുപ്പ് ഉരു വെച്ച കഥയില്ലേ, അതങ്ങോട്ട് കാച്ചും. അത് കാച്ചുമ്പോ ക്രാവ് അങ്ങോട്ട് ചിരിച്ചിരിച്ച് സെറ്റപ്പ് ആവും. മനസ്സിലായോ? പിന്നെ ഈ ക്രാവ് ഉണ്ടല്ലോ, ഈ കഥ അധികം കേട്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? എന്താ കാര്യം പറ. ഈ കഥ പറഞ്ഞ ആരാന്നറിയോ? നമ്മുടെ അമ്മാമ ഈ കഥ പറഞ്ഞ് 2 ദിവസം തികച്ചില്ല. എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് പോയി. എന്നിട്ടാ തട്ടിപ്പോയിന്ന്. പക്ഷെ ഒരു ഗ്രേറ്റ് ആയിരുന്നു നമ്മുടെ അമ്മാമ. പക്ഷെ നാളെ ഞാൻ ഒരു അടിച്ച് പൊളിക്കും മോനെ. നീ നോക്കിക്കോ. അമ്മാമേ നന്ദി ഉണ്ടിട്ടാ. ഓൾ ദ ടെസ്റ്റ് മച്ചാനെ. ഫൂള് ഇപ്പൊ മച്ചാനെന്നല്ല ബ്രോയാണ്. എന്റെ വക നിനക്കൊന്നും ഇരിക്കട്ടെ. ഓൾ ദി ടെസ്റ്റ്. എന്നാ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോയാലോ? വായോ. എന്താണ് ഇന്ന് നിങ്ങൾ ഭയങ്കര ഗൗരവത്തിലാണല്ലോ? ഒരു പൊടി കോമഡി പറയാനുള്ള തയ്യാറെടുപ്പിലാ ഞങ്ങൾ രണ്ടുപേരും. കോമഡി പറയാൻ തയ്യാറെടുപ്പോ? ആ പാടാൻ പാടില്ലല്ലോ. അപ്പോ ഞാൻ തന്നെ ആദ്യം കൂടി പഠിച്ചാലോ? ഒരിക്കൽ ഈ ആന ഉറുമ്പും കൂടി അമ്പലത്തിൽ പോയി. രണ്ടുപേരും 2 സൈഡിൽ കൂടിയാണ് ഇങ്ങനെ പോയത്. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഉറുമ്പിന് മനസ്സിലായി ആന അവിടെ ഉണ്ടെന്ന്. എന്താ കാര്യം? എന്താ സംഭവം? ആനയുടെ ചെരിപ്പോടെ ഉണ്ടായിരുന്നേ. ചിരി വന്നില്ലല്ലേ?
പണി ഫുള്ള് പാളി. കള്ളക്കടവിലെ കോണത്തിലെ കോമഡി. എങ്ങനെ ചിരിക്കാൻ ഇവന് ഈ ചാണാപ്പൊടി കോമഡി കേട്ട്? ഇവന്റെ കോമഡി കേട്ടിട്ട് ഇവന്റെ അമ്മാമ്മ നിന്ന് നിപ്പിട്ടേ എന്ന് പറഞ്ഞ് തട്ടിപ്പോയി. ചേട്ടനെങ്കിലും കുറച്ച് കോമഡി സെൻസ് ഉണ്ടല്ലോ. ഐ ലൈക്ക് ഇറ്റ്. ടിപ്പുവിനെ ഇതൊരു ബൂം ചിക്കവാവ മൂവ്മെന്റ് ആയിരുന്നു. പാവം കണ്ടു നിന്ന ഗുപ്തനോ എന്തോ പോയ അണ്ണാന്റെ മൂവ്മെന്റും. അതെ, ഈ വക തൊണ്ടി കേസിന് നമ്മുടെ കടയിൽ കിടന്ന് റോള് കാണിച്ചാലേ 2 ചിമ്പ്രോട്ടന്മാരെയും അടുപ്പിൽ വെച്ച് കത്തിക്കും ഞാൻ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടാകും ഇങ്ങേരെങ്ങനെ ഇവന്മാരെ എടുത്തെറിഞ്ഞെന്ന്. കാണാം. അയ്യോ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇവന്മാരെടുത്ത് പുറത്തേക്കെറിയാൻ മാത്രമായി പണിക്ക് നിർത്തിയതാ ഈ 2 പൊണ്ണന്മാരെയും. പോകാം. അയ്യോ, നിന്റെ മൂക്കിനിപ്പോ വേദനയുണ്ടോ? തീരെ ഇല്ല. നിന്റെ കൈക്കോ? ഒട്ടുമില്ല. അല്ലേലും ഈ മണ്ടന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊരൊറ്റ സിനിമയിലെ ഡയലോഗ് കേട്ടിട്ടാ ആ പെണ്ണിന്റെ പിന്നാലെ പോയത്. എന്തോ ഇവന്മാർക്ക് അവളെ വിധിച്ചിട്ടില്ല. പക്ഷേ ഡയലോഗിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇനി കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരുടെ കാമുകന്മാരെ കണ്ടില്ലേ? താനീ ഉളന്മാരായിരിക്കും. ഈ ചായക്കട ഇപ്പോഴുണ്ട്? ഞാൻ ഈ ചായക്കട ഒന്നും കയറാറില്ല. മോളോടേക്ക് ഞാൻ ഇപ്പോൾ വരാം. ആ ടീ ഓണർ ഇവിടെ വരും. 20 rupees 2 idiots 2 ഗ്ലാസ് ചായ കൊടുത്തേക്കൂ. അയ്യാ, ഞാൻ പറഞ്ഞില്ലേ, പെണ്ണുങ്ങൾ തോണി പോല തുഴയാൻ അറിയുന്നതും കൊണ്ടുപോകും. അത് നല്ല പങ്കായല്ലഞ്ഞിട്ടാ. അല്ലേലും എനിക്കന്ന് കണ്ട മറ്റവളെ ഒരു ദേവതയെ പോലെ തോന്നേ. നീ ഒന്ന് കണ്ണടച്ചേ, നിനക്കും അങ്ങനെ തന്നെ തോന്നും. എന്തായാലും ഇനി അവളെ ഞാൻ നോക്കാൻ പോവാ. അത് നടക്കൂല മച്ചാനെ. അവളെ വേറൊരാളെ നോക്കാൻ പോവാ. ആര്? ഞാൻ. ഈ ഇടി ഒരാവശ്യ. നിക്കടാ അവിടെ. ഒന്നെങ്കിൽ നിന്റെ തല അല്ലെങ്കിൽ നിന്റെ മുടി, ഏതെങ്കിലും ഒന്ന് എന്റെ കയ്യിലിരിക്കും. അതൊന്നും ഉണങ്ങട്ടെ, ഞാൻ ഇടാം. ഓടി കൂതാളി. ഇത് ഇവനും. നമ്മുടെ അമ്മാമ്മ പറഞ്ഞ കഥയാ.
ഒരാന ഉറുമ്പും. ഹാ പിന്നെ തുടങ്ങി. പക്ഷേ ഇതൊന്നും ഇവിടം കൊണ്ട് തീരൂല. മാനത്ത് ചന്തം ഭൂമിയിൽ ചന്തം പൂവിന് പോലും ചന്തമേടി മിന്നമിനുങ്ങിൻ വെട്ടും ചന്തം പാതിരാവിനു ചന്തമേടി കണ്ടില്ല പെണ്ണെ കാണാതെ പോയോ ചന്തമില്ലാത്തി ഞങ്ങളെ നീ ചന്ദനം പൂക്കുന്ന മനസ്സിനുള്ളിലെ സ്നേഹമെന്തേ കണ്ടില്ല നീ തന്തിനത്താനേ 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 തന്തിനേ തന്തിനത്താനേ 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 തന്തിനേ